നമസ്കാരം. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ തിരികെ നാട്ടിലെത്തിക്കാൻ വിശാഖപട്ടണത്തെത്തിയ പോലീസ് കുട്ടിയെ ഏറ്റെടുത്തു. ഇന്ന് രാത്രി CWC സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കും. നാളെ കുട്ടിയുമായി കേരള പോലീസ് സംഘം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. രാത്രി 10:25 വിജയവാഡയിൽ നിന്നും കേരള എക്സ്പ്രസിലേക്കാണ് ഇവർ കേരളത്തിലേക്ക് തിരിക്കുന്നത്. കുട്ടി തങ്ങളോടൊപ്പം വരാൻ സന്നദ്ധത അറിയിച്ചെന്ന് കഴക്കൂട്ടം SI രഞ്ജിത്ത് VS മാധ്യമങ്ങളോട് പറഞ്ഞു. കഴക്കൂട്ടത്ത് നിന്നും കാണാതായി 37 മണിക്കൂറിന് ശേഷമാണ് വിശാഖപട്ടണത്ത് നിന്ന് 13-കാരിയെ കണ്ടെത്തിയത്. ആസാമിലേക്കുള്ള യാത്രാമധ്യേ ട്രെയിനിൽ നിന്നും കണ്ടെത്തിയ കുട്ടി വിശാഖപട്ടണത്ത് RPFന്റെ സംരക്ഷണയിലായിരുന്നു. ചൊവ്വാഴ്ചയാണ് കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്നും അമ്മയുമായി പിണങ്ങിയിറങ്ങിയ കുട്ടി ട്രെയിൻ കയറി സ്വദേശമായ ആസാമിലേക്ക് പോകാൻ ശ്രമിച്ചത്. ആസാമിലെത്തി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ നിന്ന് പഠനം തുടരണമെന്നതാണ് കുട്ടിയുടെ ആഗ്രഹം. വീട്ടിൽ ഉപദ്രവം തുടർന്നതിനാലാണ് വീട് വിട്ട് ഇറങ്ങിയതെന്നും കുട്ടി വെളിപ്പെടുത്തി. വിശാഖവാലിയിലെ കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടി സന്തോഷവതിയാണെന്നും മലയാളി സമാജം പ്രവർത്തകർ അറിയിച്ചിരുന്നു. അതേസമയം മകളെ കണ്ടെത്താൻ സഹായിച്ചതിൽ കേരളത്തിലെ ആളുകളോടും പോലീസിനോടും നന്ദിയുണ്ടെന്ന് 13-കാരിയുടെ മാതാപിതാക്കളും പ്രതികരിച്ചിരുന്നു. കുട്ടി നന്നായിരിക്കുന്നുവെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കുട്ടി വന്നതിന് ശേഷം അസമിലേക്ക് തിരിച്ചു പോകുമെന്നും ഇവർ അറിയിച്ചിരുന്നു. ചൊവ്വാഴ്ചയാണ് കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്നും അമ്മയുമായി പിണങ്ങിയിറങ്ങിയ കുട്ടി ട്രെയിൻ കയറി സ്വദേശമായ ആസാമിലേക്ക് പോകാൻ ശ്രമിച്ചത്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരാണ് കുട്ടിയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയത്. തുടർന്ന് വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരുടെ സഹായത്തോടെ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായകമായത് യാത്രക്കാരി എടുത്തൊരു ചിത്രമായിരുന്നു. ഇതിനൊപ്പം നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV കിട്ടിയതും നിർണായകമായി. ഇതോടെയായിരുന്നു പെൺകുട്ടി തീവണ്ടിയിലുണ്ടെന്ന സൂചന ലഭിച്ചത്. ഇതിന് പിറകെയുള്ള യാത്രയായിരുന്നു കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ചത്. മലയാളിയുടെ കരുത്തിന് തെളിവ് കൂടിയായി ഈ പെൺകുട്ടിയെ കണ്ടെത്തിയ ഇടപെടൽ. വിശാഖപട്ടണത്തെ മലയാളി സമാജം സമാനതകളില്ലാത്ത ഇടപെടൽ നടത്തി. കന്യാകുമാരിയിലേക്കുള്ള തീവണ്ടിയിൽ കണ്ടതായി കുട്ടിയെ കണ്ടെന്നത് സ്ഥിരീകരിച്ചത് അമരവിള സ്വദേശിനിയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസിൽ തമ്പാനൂരിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്കുള്ള യാത്രയ്ക്കിടെ മുഖസാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടെന്നാണ് അമരവിള സ്വദേശിനി ബബിത പോലീസിനെ അറിയിച്ചത്. ഈ കുട്ടിയുടെ ഫോട്ടോയും എടുത്തിരുന്നു. അത് കൈമാറിയതോടെ പെൺകുട്ടിയുടെ യാത്ര കന്യാകുമാരിയിലേക്ക് ഉറപ്പിച്ചു. അതുവരെ പാലക്കാട് റൂട്ടിലായിരുന്നു പോലീസ് പരിശോധന. ഇത് റൂട്ടിലെ യാത്ര അറിഞ്ഞതോടെ അന്വേഷണത്തിന് വ്യക്തമായ ദിശ കിട്ടി. തിരുവനന്തപുരത്ത് നിന്ന് അസമിലെ സിൽച്ചറിലേക്ക് പോയ അരുണോയ് എക്സ്പ്രസിലുണ്ടെന്ന് ചൊവ്വാഴ്ച രാത്രി അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ തീവണ്ടി പാലക്കാട്ടെത്തിയപ്പോൾ RPFും പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ബുധനാഴ്ച പുലർച്ചെ ടെലിവിഷനിൽ സ്ക്രോൾ ചെയ്ത വാർത്ത കണ്ടതോടെയാണ് ബബിത സൂചനകൾ പോലീസിന് കൈമാറിയത്. ചൊവ്വാഴ്ച ഐലൻഡ് എക്സ്പ്രസിൽ തമ്പാനൂരിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു സംശയാസ്പദമായ നിലയിൽ പെൺകുട്ടിയെ ബബിത കണ്ടത്. എന്നാൽ കന്യാകുമാരിയിൽ പെൺകുട്ടി കണ്ടെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി അന്വേഷണം വഴിതെറ്റിച്ചു. ഇതിനിടയിലായിരുന്നു നാഗർകോവിലിലെ CCTVയിൽ പെൺകുട്ടി പതിഞ്ഞത്. ഇതോടെ തീവണ്ടിയിലുണ്ടെന്ന് ഉറപ്പായി. പിന്നീട് കന്യാകുമാരി സ്റ്റേഷനിലും പെൺകുട്ടിയുടെ ചിത്രം കിട്ടി. തീവണ്ടിയിൽ തന്നെ ഈ കുട്ടി തുടരുന്നതായി ഇതോടെ മനസ്സിലായി. അങ്ങനെ അന്വേഷണം ചെന്നൈയിലേക്ക് നീളുകയായിരുന്നു. അസമിലേക്ക് പെൺകുട്ടി പോകാനുള്ള സാധ്യതയും മനസ്സിലാക്കി. വിശാഖപട്ടണത്തെ സുമനസുകൾ താമ്പരം എക്സ്പ്രസിലടക്കം പരിശോധന നടത്തി. ഇതോടെ പെൺകുട്ടി സുരക്ഷിത കരങ്ങളിൽ എത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്ന ബബിത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു നെയ്യാറ്റിൻകരയിൽ വീട്ടിലേക്ക് പോകാൻ കൂട്ടുകാരുമൊത്ത് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ കയറിയത്. എതിർ സീറ്റിൽ കണ്ണീർ തുടച്ചുകൊണ്ട് സങ്കടഭാവത്തിലിരിക്കുന്നത് കണ്ടാണ് പെൺകുട്ടിയെ ബബിത ശ്രദ്ധിച്ചത്. മൊബൈൽ ഫോണിൽ ചിത്രമെടുത്തതും അതുകൊണ്ടാണ്. ഇത് കണ്ട് പെൺകുട്ടി ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നിലെ സീറ്റിൽ കുട്ടികളടക്കം കുറച്ച് ഇതര സംസ്ഥാന യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ കൂടെയുള്ള കുട്ടിയാകാമെന്നും വഴക്കിട്ടതാകുമെന്നുമാണ് കൂട്ടുകാർ പറഞ്ഞത്. ബബിത നെയ്യാറ്റിൻകരയിലും കൂട്ടുകാർ പാറശാലയിലും ഇറങ്ങി. അപ്പോഴും പെൺകുട്ടി ട്രെയിനിലുണ്ടായിരുന്നു. കന്യാകുമാരിയിലെ ട്രെയിൻ ശുചീകരണ തൊഴിലാളി, ഓട്ടോ ഡ്രൈവർ എന്നിവരും കുട്ടിയെ കണ്ടതായി മൊഴി നൽകിയിരുന്നു.